അപ്പോൾ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബ്രഷ് നമ്മൾ പതുക്കെ വായ്ക്കകത്തോട്ട് കയറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കവിളിനെ ബ്രഷ് കൊണ്ട് തന്നെ അകത്തി ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചങ്ങ് തുടങ്ങും. ഇങ്ങനെ തുടങ്ങുന്നതിന് പകരം ആ ബ്രഷ് ബാക്കിലോട്ട് കൊണ്ടുപോയി എത്തിക്കണം. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ കൊണ്ടെത്തിച്ചതിന് ശേഷം അവിടെ ഒരു 5 to 10 ടൈംസ് സ്ക്രബ് ചെയ്യണം. ഓക്കെ, എന്നിട്ടേ നമ്മൾ സൈഡിലോട്ട് വരാവും. ഓക്കെ, അപ്പോൾ സൈഡിലോട്ട് വന്ന് 45 ഡിഗ്രി ആംഗിളിൽ ബ്രഷ് ചരിച്ച് പിടിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ നീട്ടി തേക്കുമ്പോഴാണ് പുളിപ്പും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് 2-3 പല്ലി കൂടുതൽ കവർ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നീറ്റിലൊക്കെ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നമ്മൾ യൂസ് ടു അല്ലല്ലോ ഇങ്ങനത്തെ രീതിയിൽ. അത് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും കേട്ടോ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരണം. 3 പല്ല് 45 ഡിഗ്രി നല്ല സ്ക്രബ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഈ കോമ്പല് വരെ നമ്മളങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം ബ്രഷിനെ തിരിക്കുക. ബ്രഷിനെ തിരിച്ചതിന് ശേഷം ഈ സൈഡിലെ കോമ്പലിൽ നിന്ന് വീണ്ടും അങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് ബാക്കിലോട്ട് വീണ്ടും കൊണ്ടെത്തിക്കണം. അത് മറക്കരുത്. നമ്മൾ വീണ്ടും ബാക്കിലോട്ട് കൊണ്ടുപോയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ച് തീർന്നു. അതിനുശേഷം വീണ്ടും ബ്രഷിനെ ചരിച്ച് ഇവിടെയും ഗം മാർജിൻ ഉണ്ട്, ഇവിടെയും മാർജിൻ ഉണ്ട്, അവിടെയും നമ്മൾ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ചരിച്ച് പിടിച്ച് 3 ടീത്ത് അറ്റ് എ ടൈം. പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ വരിക. ഫ്രണ്ടിൽ അകം വശം നമ്മളിങ്ങനെ സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പല്ല് കവർഡ് ആകുന്നില്ല. കവർഡ് ആകാത്തപ്പോൾ വീണ്ടും അവിടെ അഴുക്കിൻ്റെ റെമിനൻസ് ഇരിക്കും. കൂടുതൽ അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്ന ഈ സ്ഥലമാണ്. നമ്മുടെ തുപ്പലും ഫുഡിൻ്റെ അംശങ്ങളും എല്ലാം അക്യൂമുലേറ്റ് ചെയ്ത് കട്ട പിടിച്ച് ഇവിടെ അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബ്രഷിനെ നേരെ പിടിക്കണം. നേരെ പിടിച്ച് ഓരോ പല്ല് വീതം ഇവിടെ 5 to 10 ടൈംസ് വെച്ച് തേക്കണം. ചെറിയൊരു ആംഗുലേഷൻ മാറ്റി വേണം തേക്കാനായിട്ട്. വീണ്ടും ബ്രഷിനെ നമ്മൾ ചരിക്കുന്നു. എന്നിട്ട് ഈ സൈഡ് വെച്ച് കവർ ചെയ്ത് താഴത്തെ പല്ല് ബ്രഷിങ് കംപ്ലീറ്റ് ആകുന്നു.